കൂട്ടുകാരെ, എല്ലാവർക്കും minutes.Please സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് കുക്കറിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സോയ ചങ്ക്സ് മസാലയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തി, അപ്പം, ദോശ എല്ലാത്തിന്റെ കൂടെയും ചേർന്ന് പോകുന്ന ഒരു കറിയാണിത്. അപ്പൊ ഇത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് 2 കപ്പ് സോയ ചങ്ക്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു 5-8 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. അതിനുശേഷം ചങ്ക്സ് ഒരു 2-3 തവണ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുക്കാം. ചങ്ക്സ് ഇതുപോലെ നന്നായിട്ട് അമർത്തി പിഴിഞ്ഞെടുക്കണം. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ചങ്ക്സ് ആണിത്. അതിനുശേഷം ഈ ചങ്ക്സ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 ടൊമാറ്റോ, ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോയും ഒരു വലിയ ടൊമാറ്റോയും 10-12 അല്ലി വെളുത്തുള്ളിയും 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും കൂടെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇത് സോയ ചങ്ക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നോർമൽ മുളക് പൊടി ആണെങ്കിൽ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ മതിയാകും. 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതാണ് 1 കപ്പ് ഉണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ പീസ് ബീറ്റ്റൂട്ട്, ഞാൻ ഇവിടെ ഒരു ചെറിയ ബീറ്റ്റൂട്ടിന്റെ 1/2 പീസാണ് എടുത്തിരിക്കുന്നത്. അതിനെ കട്ട് ചെയ്തിട്ട് ആ പീസസ് ചേർത്ത് കൊടുക്കാം. അതൊരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാകും. ഈ ബീറ്റ്റൂട്ട് പീസസ് നിങ്ങൾക്ക് മെഴുക്കുവരട്ടിക്കോ തോരനോ ഒക്കെ കൂടെ ചേർക്കാനായിട്ട് എടുക്കാം. ഇതിൽ നിന്നും ആ വെള്ളം മാത്രം വാർത്തെടുത്തിട്ട് നമുക്ക് ചങ്ക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീറ്റ്റൂട്ട് തിളപ്പിച്ച വെള്ളം ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു നിറം കിട്ടാനും അതോടൊപ്പം കറിയുടെ രുചി കൂടാനും ഇത് സഹായിക്കും. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ കേൾക്കുക ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ ചെയ്താൽ ചങ്ക്സ് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും. ആവശ്യത്തിന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം ഗ്രേവി നിൽപ്പുണ്ട്. ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിയിൽ ലാസ്റ്റിൽ ഗരം മസാല ചേർക്കുമ്പോൾ അതിന്റെ ആ മണവും രുചിയും കറിയിൽ നന്നായിട്ടുണ്ടാവും. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സെമി ഗ്രേവി ടൈപ്പിലാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. എങ്കിലാവും ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത്ര തന്നെ മതിയാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ച് 2 വറ്റൽമുളക് പൊട്ടിച്ചതും ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തിട്ടൊന്ന് താളിച്ചെടുക്കാം. ഇത് കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉടനെ തന്നെ കുക്കർ അടച്ച് ഒരു 5 മിനിറ്റ് നേരം വയ്ക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കടുക് താളിച്ചൊഴിച്ചതിന്റെ ആ ഫ്ലേവർ ഒക്കെ കറിയിലോട്ട് നന്നായിട്ട് ഇറങ്ങും. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് മസാല റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെങ്കിലും ടേസ്റ്റ് ഗംഭീരമാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്ത് ഹാപ്പി കുക്കിംഗ്.